ഇന്ന് നമ്മുടെ വെയിൽസിലെ ലാസ്റ്റ് ദിവസം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് പെട്ടിയും പ്രമാണവും ഒക്കെ ആയിട്ട് ഇറങ്ങണം. കാരണം ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ തിരിച്ച് നമ്മളിങ്ങോട്ട് സ്റ്റേയിലേക്ക് വരുന്നില്ല കേട്ടോ. അപ്പം എന്തേ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും അജയ് ചേട്ടനും അടുക്കി പറക്കുന്നതാണ് ഈ കാണുന്നത്. കാരണം കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പിന്നെ അലക്കാനുള്ള തുണികളും എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കണമല്ലോ. കാരണം കഴിഞ്ഞ ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് മിക്ക ഡ്രസ്സുകളും നനഞ്ഞിരിക്കുക. അപ്പം എല്ലാം ഒന്ന് മാറ്റിയൊക്കെ സോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയോ പരിപാടികളാണ്. അപ്പം ഞാനും അജയ് ചേട്ടനും ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാത്തതിന് എന്താ പറയുക, ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് നമ്മൾ വീടൊന്നും ക്ലീൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പോകുന്നതിന് മുമ്പ് നമ്മൾ വന്നപ്പം എങ്ങനെയാണ് കിട്ടിയത് അതുപോലെ തന്നെ ആക്കിയിടണം. അപ്പം ആ വക പരിപാടികളൊക്കെ ആട്ടോ നമ്മൾ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. കാരണം നമ്മളൊരു സ്ഥലത്ത് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അവിടെ എത്തണം കേട്ടോ. അപ്പോൾ ഞാനും അജയ് ചേട്ടനും കൂടെ ഏതൊക്കെ സാധനങ്ങൾ വെച്ചോ എല്ലാം എടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇനി ബെഡ് വിരിച്ചിടാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒട്ടും ലേറ്റ് ആക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അജയ് ചേട്ടനാണെങ്കിൽ പാക്ക് ചെയ്ത പെട്ടിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവച്ചു കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഒരു ക്ലീനിങ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഈ മഴയൊക്കെ ആയതുകൊണ്ട് വെളിയിലിട്ടുകൊണ്ട് വന്ന് ചെരുപ്പിൻ്റെ അകത്തിട്ട് കഴിയുമ്പം ഭയങ്കരമായിട്ട് പൊടി പിടിക്കുക. പൊടി പോലെ ഈ എന്താ പറയുക, നനഞ്ഞ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ ഒട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അജയ് ചേട്ടനൊന്ന് ചെയ്താണ് വാക്യൂമൊക്കെ, എങ്കിലും ഞാൻ ലാസ്റ്റ് ഒറ്റ റൗണ്ടും കൂടെ ഒന്ന് ചെയ്ത് ഫിനിഷ് ചെയ്തു കേട്ടോ. അങ്ങനെ കണ്ടേ ഇന്ന് നമ്മൾ വീടിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ 2-3 ദിവസത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ പോകാം കേട്ടോ. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, നല്ല വീടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊക്കെയാണല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ വീട്ടിലേക്ക് പോകണ്ടെന്നാണ് ഭാവി ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ നേരെ തിരിച്ച് എന്താ പറയുക, തിരിച്ച് നോർവേജിലേക്ക് പോകും. അത് തന്നെ പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഇവിടെ സ്ഥലം ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. മഴയാണെങ്കിലും ഭയങ്കര രസമുള്ളൊരു സ്ഥലം, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അതെ ഞങ്ങളിനി പോട്ടെ ആക്ടിവിറ്റി സ്ഥലത്തേക്ക്. നമുക്ക് ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം. രവി ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ശരി. കഴിഞ്ഞ 2-3 ദിവസത്തെ യാത്ര പോലെ തന്നെ ഇന്ന് പോകുന്ന വഴികളും കാണാൻ നല്ല മനോഹരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇറങ്ങി കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഒരു മൗണ്ടൻ കയറണമെന്നുണ്ടായിരുന്നു, അതായത് നടന്ന് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല, കാരണം എല്ലാ ദിവസവും മഴയായിരുന്നു കേട്ടോ. ഹൈക്കിംഗ് പോയിന്റിലും ഒക്കെ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഇറങ്ങി ഒരു 5-10 മിനിറ്റ് നിൽക്കാൻ സമയം കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇന്നും രാവിലെ കണ്ടില്ലേ, കാർമേഘമൊക്കെ മൂടിക്കെട്ടി നിൽപ്പുണ്ട്. എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ പോകുന്ന ആക്ടിവിറ്റിക്കാണെങ്കിലോ വെളിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എന്താവുന്ന ഒരു പിടിയില്ല. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അങ്ങനെ കണ്ടേ നമ്മൾ സിപ്പ് വേൾഡ്, ഇത് വേറെ സിപ്പ് വേൾഡ് ആട്ടോ. ഇവിടെ ക്വാറി, നമ്മൾ ഇന്നലെ പോയപ്പോൾ ഒരു ക്വാറി കണ്ടില്ലായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സിപ്പ് വേൾഡ് ഉണ്ട്. ഇപ്പോൾ അവിടെ ആട്ടോ വന്നേക്കുന്നത് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര വലിയ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് ഏറ്റവും, അതായത് ഫാസ്റ്റസ്റ്റ്, അതായത് വണ്ടി വരുന്നു. ഒരു മിനിറ്റ്. വേൾഡിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് UK-ലാണോ എന്ന് എനിക്കറിയത്തില്ല. ഫാസ്റ്റസ്റ്റ് സിപ്പ് ലൈൻ ഇവിടെയാണുള്ളത്. നല്ല അടിപൊളി ഒരു സിപ്പ് ലൈൻ ആട്ടോ, നല്ല രസമുണ്ട്. അതിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. എനിക്ക് പറ്റുവാണെന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം അത് ഏതാണ് ഈ ഫാസ്റ്റസ്റ്റ് സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയാട്ടോ. നോക്കട്ടെ ആണ്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് സ്ലേറ്റ് ക്വാറിയിലാട്ടോ ഈ സിപ്പ് വേൾഡ് നിൽക്കുന്നത്. അവരിപ്പം മൈനിങ് ഇല്ലാത്ത ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നു. അജയ് ചേട്ടൻ ആദ്യം തന്നെ അജയ് ചേട്ടൻ്റെ റൈഡായിരുന്നു കേട്ടോ. അങ്ങനെ അജയ് ചേട്ടൻ റൈഡ് ചെയ്യാൻ പോയി. അങ്ങനെ അജയ് ചേട്ടൻ റൈഡ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അവയാണെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോയി കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛാ കൈ വിടരുത്, മുറുക്ക് പിടിച്ചോണം വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാട്ടോ ഞാൻ ഇവനിങ്ങനെ പറയണ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം പോയവരൊക്കെ ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഇതിൻ്റെ ഒരു സ്പിന്ന് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവയാണെങ്കിൽ അജയ് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് അയച്ച കൈവിടല് എന്നൊക്കെ പറയണ കേൾക്കുന്നത്. ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ആ സൈഡിൽ എത്തുമ്പോഴായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഭയങ്കര തീവ്രത കാണുന്നത്.
ഞാൻ പറഞ്ഞ സിപ്പ് ലൈൻ ഈ കാണുന്ന കേട്ടോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, വേൾഡിലെ തന്നെ ഫാസ്റ്റസ്റ്റ് സിപ്പ് ലൈൻ ആട്ടോ ഈ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നോ? പൊലിഞ്ഞിങ്ങനെ പോകും. അങ്ങനെ അജയ് ചേട്ടൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ആക്ടിവിറ്റി ആട്ടോ ഒരു ചെറിയ സിപ്പ് ലൈനാണ് ഇത് കേട്ടോ. പിള്ളേർക്ക് പോകാൻ പറ്റിയ ഒരൊറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഞാൻ പറഞ്ഞ സിപ്പ് ലൈൻ ഇതാട്ടോ. താഴെയുള്ളത് ട്രയലും മുകളിൽ പോകുന്നതാണ് യഥാർത്ഥ സിപ്പ് ലൈനും. അത് കുറച്ച് ദൂരെ നിന്നാട്ടോ വരുന്നത്. ഏകദേശം 1 മൈൽ ഉണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ 100 മൈൽസ് പെർ അവറിലാണ് അത് പോകുന്നത്. ഇതാണ് പറയുന്നത്, ഇത് ലാർജസ്റ്റ് അല്ല, ഫാസ്റ്റസ്റ്റ് സിപ്പ് വേൾഡ് ഇൻ ദ വേൾഡ് ആട്ടോ പറയുന്നത്. ലാർജസ്റ്റ് വരുന്നത് കെനിയിൽ എവിടെയും കണ്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ സിപ്പ് ലൈനിനുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടി കാര്യങ്ങൾ ഒക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തപ്പം ആകെ 2 ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് അജയ് ചേട്ടൻ ആദ്യം ചെയ്തതും പിന്നെ ഞങ്ങൾ ഈ ചെയ്യാൻ പോകുന്നതും. പിള്ളേർക്ക് ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കും അജയ് ചേട്ടൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ഞാൻ ചോദിച്ചു അവർക്ക് ചെയ്യാൻ പറ്റിയ ഏത് ആക്ടിവിറ്റിയാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരൊറ്റ റൈഡേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതും പിന്നെ നമ്മുടെ സിപ്പ് ലൈനിൽ കയറാനുള്ളതും നമ്മൾ ഇവിടെ വന്നിട്ടാട്ടോ എടുത്തത്. ഇവിടെ വരുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഏതെങ്കിലും ചെറിയ, അതായത് കുറഞ്ഞ എമൗണ്ടിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരിക. ഓൾറെഡി ബുക്ക് ചെയ്തവർക്ക് ഇവിടെ വന്ന് നമ്മൾ വേറെ ഏത് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി കയറിയാലും അവർ 20% ഡിസ്കൗണ്ട് വരും. അപ്പോൾ ഈ എമൗണ്ട് കൂടിയതൊക്കെ ഞാൻ പറയണത് ഇവിടെ വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ അജയ് ചേട്ടൻ ആദ്യം ചെയ്തതും ഞങ്ങൾ ഈ ചെയ്യാൻ പോകുന്നതിനും ഏകദേശം 30 പൗണ്ട് 15 പൗണ്ട് അത്രയൊക്കെ വരുന്നുള്ളൂ. ഞാൻ പിന്നെ പറഞ്ഞ മറ്റേ സിപ്പ് ലൈന് ഏകദേശം 100 പൗണ്ട് ആട്ടോ വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അങ്ങനെ ഞങ്ങൾ സിപ്പ് ലൈനൊക്കെ ചെയ്തിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കട്ടെ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അവിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കാരണം അജയ് ചേട്ടന് ഇപ്പം മറ്റേ സിപ്പ് ലൈനുണ്ട്. ഞാനും അജയ് ചേട്ടനും 2 ടൈം സ്ലോട്ടിലാണ് എടുത്തത്. കാരണം അവയുള്ളതുകൊണ്ട് അവിനെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പം ആദ്യം അജയ് ചേട്ടൻ പോവും, പിന്നെ ഞാൻ പോവും. ഏകദേശം 2 മണിക്കൂർ വേണം കേട്ടോ നമുക്ക് ഈ സിപ്പ് ലൈൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ അജയ് ചേട്ടൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോൺഫിഡൻസ് ഇല്ല, ആകെ മൊത്തം ഒരു ബ്ലാങ്ക് ഔട്ടായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കയറാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണോ അതോ എന്താ പറയുക പേടി കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആ മുകളിൽ നിന്ന് ഇത് വരുന്ന കാണുമ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഞാൻ ലിറ്ററലി മറന്നുപോയെന്ന് പറയാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ അവർ ഓൾറെഡി ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ഷൂട്ട് ചെയ്യും. ഇത് മെയിനായിട്ടുള്ളതിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. താഴെ നമ്മൾ ട്രയൽ ചെയ്യുന്നതിൻ്റെ ഇതുണ്ടായിരുന്നില്ല. ട്രയൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേടിയൊക്കെ പോകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫോൺ അജയ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് വന്നത്. കാരണം ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കയ്യിൽ. ആദ്യത്തെ ഓർമ്മ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു അകത്തുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് പോകട്ടോ. പിന്നെ നമ്മൾ ഈ ഹാങ് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു അഡ്രിനാലിൻ കിക്ക് എനിക്ക് തരുന്ന പോലെ ഫീൽ ചെയ്തില്ല. നല്ലതാണ് ചെയ്യാൻ. ഈ പറഞ്ഞ കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചൊരു റൈഡ് ഉണ്ടായിരുന്നല്ലോ, സ്കൈ ഡ്രൈവ് റൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം, ഒരു ഊഞ്ഞാൽ സ്വിങ് ചെയ്യുന്നത്. പക്ഷെ അതിൽ കിട്ടുന്ന ഒരു അഡ്രിനാലിൻ്റെ പക്ഷേ എന്താണേലും നമുക്ക് ഇതിൽ കിട്ടത്തില്ല കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ്. എനിക്ക് ഫീൽ ചെയ്തത് ഇതിലിങ്ങനെ നമ്മൾ ഈ ഹാങ് ചെയ്തവർ കുറച്ച് നേരം ഇവിടെ നിൽക്കും, ഒരു 10 ഇല്ലെങ്കിൽ ഒരു 10 തൊട്ട് ഒരു മിനിറ്റ് വരെയൊക്കെ ഇവരിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടിട്ട് എല്ലാവരെയും, അതായത് ഒരു 4 പേര് ഒരുമിച്ച് ചെയ്ത് പോകുന്നത്. ആ 4 പേരുടെയും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മളെ അവിടുന്ന് ഇവരത് എടുക്കുക, അതായത് വിടത്തുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഏകദേശം അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ചെറിയ ആ ഒരു അഡ്രിനാലിൻ റഷ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തോ ഒരു സാധനത്തിൽ തൂങ്ങിക്കിടന്ന് നമ്മൾ പോകുന്നു. പിന്നെ ഒരു പോയിന്റിലെത്തി കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ആ ഒരു സ്വിങ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ഞാൻ പറയുന്നത് ഈ അടിവയറ്റിൽ നിന്ന് മുകളിലേക്ക് ഒരു കത്തലുണ്ടല്ലോ, അത് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഹാപ്പി ആവുന്നത്. ഞാൻ കൂടുതൽ ഹാപ്പി ആവുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാട്ടോ. ഞങ്ങളെ കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ കൂടെ വരുന്ന വേറെ ഒരാൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ കുഴപ്പമില്ല. ആ ഒരു താഴെ പോണ്ടിൻ്റെ ഒരു ഏരിയ വരുമ്പോൾ ഉണ്ടല്ലോ
ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴാട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു അടിവയറ്റിൽ നിന്ന് മുകളിലേക്ക് ഒരു കത്തുന്ന ഫീലുണ്ടല്ലോ അത് വരുന്നത്. പിന്നെ നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇതിനെ റെസിസ്റ്റ് ചെയ്ത് ആ സ്പീഡിൽ പോകാമെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല. പക്ഷേ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഫോൺ കൊണ്ടുവന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കുറച്ചെങ്കിലും ബോധം വന്നത്. അയ്യോ ഫോൺ അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോഴും എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല ഷൂട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കേട്ടോ. താഴെ വന്ന് പിന്നെ ഒന്ന് നോർമലായി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ഫീലൊക്കെ വന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിലുണ്ടായിരുന്നത്. എന്താ വേറെ കളയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ വലിയ കിക്ക് തരുന്നില്ലായിരുന്നു. അതെ. അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുക. നല്ല കാലാവസ്ഥ കേട്ടോ, നല്ല വെയിലും നല്ല ഇതും. എനിക്ക് മൗണ്ടൻ കയറണമെന്നും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് സമയമില്ല. കാരണം ഇപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചു പോയില്ലെങ്കിൽ പാതിരാത്രിയാവും വീട്ടിലെത്താൻ വേണ്ടി. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് 5 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് പോവുകയാണ്. അപ്പം ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു കാര്യം ഒഴിക്കുകയും മൗണ്ടൻ കയറുന്നുള്ളത് അതെന്താണെങ്കിലും നമ്മൾ നെക്സ്റ്റ് ടൈം വരും. കാരണം നമുക്കതുപോലെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലമെല്ലാം. അപ്പോൾ നമ്മളിനി പോട്ടെ. ചേട്ടൻ മാപ്പൊക്കെ നോക്കി സെറ്റാക്കി കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പോട്ടെ. ഇനി നമുക്ക് ഇടയ്ക്ക് വഴി വെച്ച് നിർത്തി പയ്യെ പോവാം. അജയ്ശേട്ടൻ സിപ്പ് ലൈൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അവിനെ ജസ്റ്റ് കൈമാറാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺവെർസേഷനൊന്നും നടന്നില്ല. ഈ യാത്രയുടെ സമയത്താണ് ഞങ്ങൾ കോൺവെർസേഷനൊക്കെ ചെയ്തത്. എൻ്റെ സെയിം ഒപ്പീനിയനായിരുന്നു കേട്ടോ അജയ്ശേട്ടന്. ഹാങ് ചെയ്ത് കിടക്കുന്ന കാരണം നമുക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ അതങ്ങ് വരുന്നുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ കണക്ക് അടിവയറ്റിൽ നിന്നുള്ള ഒരു ആന്തളോ ഇല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എന്തോ ഒരു സാധനം ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഓരോ രീതിയിലാണല്ലോ. ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ എവിടെ കണ്ടാലും ഞങ്ങൾ രണ്ടുപേരും വിടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ആണെങ്കിലും ഇതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, എൻജോയ് ചെയ്യുക നന്നായിട്ട്. അങ്ങനെ വെയിൽസിനോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോവുക കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എന്താണേലും ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം വെയിൽ സീരീസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ.